Hey guys, it's me Shiva. You are watching TV Motives YouTube channel. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ നിങ്ങൾ എല്ലാവരും ചോദിച്ച നമ്മുടെ ആ സ്പെഷ്യൽ ബൈക്കിന്റെ ഒരു വീഡിയോ ആണ്. നമ്മുടെ TVSന്റെ ഏറ്റവും പുതിയ R310ന്റെ ഫുൾ റിവ്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് വണ്ടിയുടെ റീൽസ് ഇട്ടത് മുതൽ എനിക്ക് വരുന്ന എൻക്വയറിയാണ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണോ, വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയണം കാര്യങ്ങളൊക്കെ. സംഭവം വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നമ്മുടെ കോട്ടയം TVSൽ അവൈലബിൾ ആണ്. ഞാൻ രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെയുള്ള ടൈമിൽ നിങ്ങൾക്ക് കോട്ടയം TVSനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. പിന്നെ കോട്ടയം TVS നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ വരുമ്പം ഒരു ഷൂ നിങ്ങൾ ഉറപ്പായിട്ട് ധരിച്ചിരിക്കണം. കാരണം ഇതിൽ പ്രീമിയം ബൈക്കാണ്, നമ്മൾ അത് സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കി കൊടുത്തിട്ടുള്ളൂ. ബാക്കി ജാക്കറ്റ്, നീ ഗാർഡ്, ഗ്ലവ് കാര്യങ്ങളൊക്കെ ഷോറൂമിൽ അവൈലബിൾ ആക്കിയതായിരിക്കും. ഹെൽമെറ്റ് ഉൾപ്പെടെ നമുക്ക് ഷോറൂമിൽ തരും. സോ അത് മാത്രം ശ്രദ്ധിക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ താഴെ കൊടുത്തേക്കാൻ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ വണ്ടിയായിട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിങ്ങളെ വണ്ടിയിലോട്ട് അട്രാക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഹെഡ്ലൈറ്റ് സെഗ്മെന്റ് ആയിരിക്കും. ഒറ്റ നോട്ടത്തിൽ നോക്കി ഭയങ്കര വലുപ്പമായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് ഒത്തിരി സെറ്റപ്പ് കാര്യങ്ങളുണ്ട്. ഇതിന് മൊത്തത്തിൽ അറിയപ്പെടുന്ന ഡൈനാമിക് ഹെഡ്ലൈറ്റ് യൂണിറ്റ് എന്നാണ്. നമ്മുടെ ഹൈ ബീം ആണെങ്കിലും ലോ ബീം ആണെങ്കിലും പാർക്ക് ആണെങ്കിലും ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ആയിട്ടാണ് വരുന്നത്. സംഭവം ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് പറഞ്ഞാൽ ഹൈ സ്പീഡിലോട്ട് കയറുമ്പോൾ 0 to 50 ഒരു റേഞ്ച് ഓഫ് ഹെഡ്ലൈറ്റും 50യുടെ മേളിലേക്ക് വേറെ റേഞ്ചും, അങ്ങനെ ഓരോ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതോറും നിങ്ങൾ ഹെഡ്ലൈറ്റിന്റെ പവർ കൂടി വരും. അതാണ് ഡൈനാമിക് ഹെഡ്ലൈറ്റിന്റെ ഉദ്ദേശം. സോ ഗൈസ്, ഹെഡ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടിയുടെ ലുക്കിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറാണ് അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ 310ന്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും 4 ഇൻഡിക്കേറ്ററും ഇതിന്റെ LED ആണ് വരുന്നത്. അതുകൂടാതെ ഹസാർഡ് ഫംഗ്ഷന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് നമ്മുടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ലൈറ്റ്സിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ടെയിൽ ലൈറ്റും ഒരു ഫുള്ളി LED സിസ്റ്റം ആണ് വന്നേക്കുന്നത്. ഇതുവരെയുള്ള TVSന്റെ ബൈക്കിൽ വെച്ചിട്ട് ഒരു പുതിയ ഡിസൈൻ ടെയിൽ ലൈറ്റും ഇതിലൊരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട്. നമ്മൾ വണ്ടി ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ടെയിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ബാക്കിയുള്ള 300cc സെഗ്മെന്റ് വെഹിക്കിൾസിൽ നിന്ന് ഈ വണ്ടി വേറിട്ട് നിൽക്കാനായിട്ട് ഒരു കാരണം ഈ വണ്ടിയുടെ ഷാസിയുടെ ഡിസൈൻ തന്നെയാണ്. ഇതിന് വരുന്നത് ഒരു അലുമിനിയം സബ്ഫ്രെയിം ആണ് വരുന്നത്. അത് എക്സ്പോസ്ഡ് ആയിട്ട് പുറത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ വണ്ടി റോഡിലൂടെ ഭയങ്കര യൂണീക്ക് ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ ഈ ഹാൻഡിലിന്റെ കേസ് പറയുവാണെങ്കിൽ ഒത്തിരി അപ്രൈറ്റ് ആയിട്ടായാലും ഒത്തിരി സ്പോർട്സ് ആയിട്ട് ഇടയ്ക്ക് ഒരു ടൈപ്പ് ഒരു ഹാൻഡിൽ ബാർ ആണ് നമുക്ക് വരുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ഈ 5 ഇഞ്ചിന്റെ ഫുൾ LED ഡിസ്പ്ലേ ആണ് കേട്ടോ. ദെൻ നമ്മുടെ സ്വിച്ച് സെറ്റിന്റെ കേസിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും RR വരുന്ന സെയിം സ്വിച്ച് സെറ്റിൽ തന്നെ ഒരു എക്സ്ട്രാ സ്വിച്ച് ആയിട്ട് ക്രൂയിസ് കൺട്രോളിന്റെ ഒരു സ്വിച്ച് നമുക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ലിവർ എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ് വരുന്നത്. റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സെൽഫ് സ്റ്റാർട്ടിന്റെ സ്വിച്ചും കിൽ സ്വിച്ചും ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഒരു സിംഗിൾ സ്വിച്ചിലാണ് വരുന്നത്. നമ്മുടെ ത്രോട്ടിൽ എന്ന് പറയുന്നത് റൈഡ് ബൈ വയർ സെറ്റപ്പ് ആണ് വരുന്നത്. ആൻഡ് നമ്മുടെ ബ്രേക്ക് ലിവറും ഇതിൽ അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ മിറർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് നല്ല വിസിബിലിറ്റി തരുന്ന ഒരു ഫുൾ സെക്ഷൻ മിററാണ് നമുക്ക് വരുന്നത്. ഫ്രണ്ടിലത്തെ സസ്പെൻഷന്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും 41mm ഗോൾഡൻ USB ഫോർക്കും ബാക്കിലത്തെ സസ്പെൻഷന്റെ കേസിലോട്ട് വരുമ്പോൾ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ മോണോഷോക്കുമാണ് വരുന്നത്. ബ്രേക്കിങ്ങിന്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും ഈ വണ്ടിക്ക് ഫ്രണ്ടിൽ 300mm ഡിസ്പ്ലേറ്റും ബാക്കിൽ 240mm ഡിസ്പ്ലേറ്റുമാണ് TVS കൊടുത്തേക്കുന്നത്. ഇത് കൂടാതെ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. പവറിന്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും 312.2cc സിംഗിൾ സിലിണ്ടർ റിവേഴ്സ് ഇൻക്ലൈൻഡ് DOHC എഞ്ചിനാണ് വന്നേക്കുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് കൂൾ സിസ്റ്റവും ഈ എഞ്ചിനിൽ ആഡ് ആയിട്ടുണ്ട്. സ്പെക് വൈസ് ഇത് R310 ഒത്തിരി സാമ്യമുള്ള എഞ്ചിനാണ്. ഇതിന് ട്യൂൺ TVS എൻറ്റയർലി ഡിഫറൻറ്റ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഈ വണ്ടി R310 ഇതും ഓടിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത്രയും സ്പെസിഫിക്കേഷൻസ് ഈ വണ്ടിക്ക് അവർ കൊടുക്കുമ്പോൾ തന്നെ ഇതിന്റെ പ്രൈസ് ഒത്തിരി കൂടുതലായിരിക്കും എന്നുള്ള എല്ലാവർക്കും ചിന്താഗതിയുണ്ട്. പക്ഷേ അല്ല, ഈ വണ്ടിയുടെ ഒരു ബേസ് വേരിയന്റ് ഉണ്ട്, കിക്ക് ഷിഫ്റ്റർ ഇല്ലാത്തൊരു വേരിയന്റ് ഉണ്ട്. അതിന് വന്നിട്ട് വെറും 2,42,000 രൂപ മാത്രമാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഇത് കൂടാതെ ഒരു കിക്ക് ഷിഫ്റ്റർ വരുന്ന ഒരു മോഡലും നമ്മുടെ TVSന് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും അല്ലാതെ ഒരു ഡൈനാമിക് കിറ്റും ഡൈനാമിക് പ്രോ കിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് BTOടെ നമ്മുടെ R310 ഉണ്ടെന്ന സെയിം സെറ്റപ്പ് BTOടെ നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന 2 വേരിയൻസും TVS കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ ഈ വണ്ടിയുടെ റിവ്യൂ ചെയ്തു. പക്ഷെ ഞാൻ ബാക്കിയുള്ളവർ പറയുന്ന പോലെ ഒത്തിരി എന്താ പറയുക ടെക്നിക്കൽ സൈഡിലോട്ടൊന്നും പോയില്ല, ജസ്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു പോയേ ഉള്ളൂ. സംഭവം വേറൊന്നല്ല, ഈ വണ്ടി ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം ഓടിച്ചു നോക്കി. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇൻസ്റ്റാ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ആദ്യത്തെ വണ്ടി നമ്മുടെ കോട്ടയം TVS ആണ് വന്നത്. ഞങ്ങൾ തന്നെയാണ് ഓടിച്ചെന്നുള്ള കാര്യം അറിയാം. ഇത് കൂടാതെ ഇതൊരു 312 കിലോമീറ്ററോളം ഞങ്ങൾ ഇതുകൊണ്ട് പോയിട്ടുണ്ട്. തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ARE വലിയ വണ്ടി കൊണ്ട് പോയായിരുന്നു. അപ്പോൾ ഇത് ഓടിച്ചാൽ എനിക്ക് മനസ്സിലായത് ഇതുവരെയുള്ള R310 ആൾക്കാരുടെ എക്സ്പീരിയൻസ് മാറും ഈ വണ്ടി ഓടിക്കുവാണെങ്കിൽ. കാരണം ഇതിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫുള്ളി വേറെ ട്യൂൺഡ് എഞ്ചിനാണ്. എനിക്ക് ഭയങ്കര ടോർക്ക് ആയിട്ടുള്ള എഞ്ചിനാണ്, ഭയങ്കര പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. അത് മാത്രമല്ല, ഈ വണ്ടി പോകുമ്പോൾ ആൾക്കാർ നമ്മളെ നോക്കുന്നതും
വണ്ടി എന്നാ ഒരു സൂപ്പർ ബൈക്ക് പോകുന്ന ഒരു സൗണ്ടും ലുക്കുമാണ് ഈ വണ്ടിക്ക് വേണമെന്ന് പറഞ്ഞത്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എനിക്ക് അറിയാം, സാധാരണ ഞാൻ ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യുന്ന ആളല്ല, പക്ഷെ ഈ വണ്ടി അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ നമുക്ക് ഈ വണ്ടി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്ക് സഹായിച്ച നമ്മുടെ കോട്ടയം TVS വിക്ടോ സാറുമാണ്. അപ്പോൾ അവർക്കൊരു ബിഗ് താങ്ക്സ്. ഈ വണ്ടി ഞാൻ ആദ്യം പറഞ്ഞു വന്ന ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ കോട്ടയം TVSലോട്ട് വന്നാൽ അത് ഇവിടെ വണ്ടി അവൈലബിൾ ആണ്. ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നല്ല നല്ല കമന്റ്സ് കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ വെൽ ഫ്രം TVM ഓട്ടോമോട്ടീവ്.